എന്നാ പരിപാടി? എന്നെ എടുക്കുക? പൈസ എവിടെയാ വെച്ചേക്കുന്നത് അച്ചാടെ? പൈസ എവിടെയാ വെച്ചേക്കുന്നേ? പൈസ എവിടെയാ വെച്ചേക്കുന്നത്? കാണിച്ചു കൊടുത്തേ. എവിടെയാ പൈസ വെച്ചേക്കുന്നേ? ഇതുണ്ടോ? അൻപിമോൾ അങ്ങനെ കുറുമ്പിൻ്റെ അൺലിമിറ്റഡുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്താണ് പരിപാടി ഒപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ് ആശാത്തി നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നമുക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുണിമുത്തിനെയും കൊണ്ടാണ് പോയത്. കുഞ്ഞുണിമുത്താണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ അതങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതൊക്കെ കാണാനായിട്ട്. പിന്നെ എപ്പോഴാണ് തെറ്റുക എന്നറിയില്ല. ഒന്നെങ്കിൽ അവിടെ സ്റ്റേജിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ പാട്ടൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ മതി കേട്ടോ തെറ്റാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വേഗം പോയിട്ട് പോരുവേ. അപ്പോൾ നമ്മൾ കുഞ്ഞുണിമുത്ത് രാവിലെ മേളിൽ നടക്കാൻ വേണ്ടി പോയപ്പോൾ വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. രാവിലെ നമുക്ക് കുറച്ച് മസാജിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് താമസിച്ച് പോയി കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് എന്നാൽ ഞാൻ ഇതിൽ കുറേ നാളായി നിർത്തിച്ചിട്ട് എന്നാൽ നിർത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തി നോക്കിയതാണ്. അപ്പോൾ ആൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞിനേക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇഷ്ടമല്ല കേട്ടോ. അവനതിൽ താല്പര്യമില്ല. നമ്മളിപ്പോൾ ഇതില്ലാതെ നിർത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് നിൽക്കുവേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്നും അധികം യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മോൻ ഉണ്ടാക്കിക്കണം, അതൊക്കെ ഉപയോഗിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുറേ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ അത് നമ്മൾ ഉണ്ടാക്കിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ അധികം അതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം അവന് താല്പര്യമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോയ് വോക്കിംഗ് ഇല്ലേ, അത് ഒഴിവാകാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പോ അങ്ങനെ എന്തെങ്കിലും പകുതിക്ക് അവരെ നിർത്തിക്കണേ. അപ്പോൾ കാലിൻ്റെ ആ ഞരമ്പിൻ്റെ വലിച്ചിലെ കാര്യങ്ങളൊക്കെ ശരിയാവും. ഇതൊക്കെ ഞാൻ ഓരോ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടതാണ് കേട്ടോ. നമ്മളെപ്പോലെയുള്ള ഫാമിലികൾ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്കും ഒരു ശല്യമാവാതിരിക്കാനുള്ളൊരു സംഭവമാണ് കേട്ടോ ആ ഫോണിൻ്റെ ഫ്രണ്ടിലിരിക്കണത്. അതായത് ആ ഫോൺ ഇരിക്കണത് അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ.